നമസ്കാരം പ്രിയമുള്ളവരെ. ഈ സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്കുള്ളിൽ അവിടുത്തെ ഭാരവാഹിത്വം വഹിക്കുന്ന ലക്ഷ്മി പ്രിയയും അൻസിബയും ശ്വേതാമേനോനുമൊക്കെ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും വാഗ്വാദങ്ങളും അതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ള പരസ്പരമുള്ള ചെളിവാരലുമൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കുട്ടിക്കാലത്ത് നാട്ടിൻപുറത്ത് നടക്കുന്ന ഈ നമ്മുടെ ബന്ധുക്കളും അയൽക്കാരുമൊക്കെയായുള്ള സ്ത്രീകൾ തമ്മിൽ നടക്കുന്ന വഴക്കും തെറിവിളികളുമൊക്കെയാണ്. അതിൻ്റെ മറ്റൊരു രൂപഭേദമായി മാത്രമേ എനിക്ക് ഈ സിനിമാ നടികളുടെ ഈ പരസ്പരമുള്ള ഈ ചെളിവാരി എറിയലിനെ കാണാൻ പറ്റൂ. അത്തരം വഴക്കുകൾ നടന്നത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വീടുകൾക്കുള്ളിലും അല്ലെങ്കിൽ പരിസരത്തുമൊക്കെ ഇത്തരം വഴക്കുകൾ നടന്നിരുന്നത് അപ്പുറത്ത് വീട്ടിൽ വളർത്തുന്ന കോഴി ഇപ്പുറത്ത് വന്ന് വളർത്തുന്ന മുളക് കൊത്തി തിന്നു എന്നതിൻ്റെയൊക്കെ പേരിലായിരുന്നു. അതിൻ്റെ മറ്റൊരു രൂപഭേദം മാത്രമായിട്ടാണ് എനിക്ക് ഈ മാധ്യമ പ്രവർത്തകരുടെ നീട്ടിപ്പിടിച്ച മൈക്കുകൾക്ക് മുന്നിൽ വന്ന് ലക്ഷ്മി പ്രിയയും അതുപോലെ ശ്വേതാമേനോനും അൻസുബയും ഒക്കെ നടത്തുന്ന വാദപ്രതിവാദങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. മറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവർ കുറച്ചുകൂടി എക്സ്പെൻസീവായ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു, ക്രീമും പൗഡറും ഒക്കെ ഇട്ടിരിക്കുന്നു എന്നതിനപ്പുറം നാട്ടിൻപുറത്തെ നമ്മുടെ സ്ത്രീകളുടെ അതേ ഒരു ലെവലിലേക്ക് തന്നെയാണ് നിലവാരം എന്ന കാര്യത്തിൽ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ ഒരു പ്രസ്താവന വരുന്നത് ബിഗ് ടി വിയുടെ ചീഫ് എഡിറ്ററും മാധ്യമപ്രവർത്തകയുമായ സുജയ പാർവതിയുടെ ഭാഗത്തു നിന്നാണ്. അവർ പറയുന്നത് ഇത്തരം വിഴുപ്പലകുകൾ ഒന്നും സംരക്ഷണം ചെയ്യാൻ താൻ നേതൃത്വം കൊടുക്കുന്ന ബിഗ് ടി വി തയ്യാറല്ല, കാരണം അത് കേരളത്തെ സമൂഹത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അത് വളരെ കൃത്യമായ കാര്യമാണ്, കാരണം അത് അവരുടെ മാത്രമായ കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ കടമയല്ല. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള വളരെ ചെറിയ യൂട്യൂബ് ചാനലുകൾ അത് ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കൂടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ബാബുരാജ് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ശ്വേതാമേനോനെതിരെ. ശ്വേതാമേനോൻ 2 കോടി രൂപ BJPയുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന ഒരു ആരോപണം ബാബുരാജ് ഉന്നയിക്കുന്നുണ്ട്. അത് ശ്വേതാമേനോന് സ്ഥാനാർത്ഥിയാകാം എന്ന് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അമ്മയുടെ ആരെങ്കിലും സ്ഥാനാർത്ഥി ആക്കാമെന്ന് സംബന്ധിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും ബാബുരാജിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായതായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ബാബുരാജിനെതിരെ ചില ആരോപണങ്ങൾ ശ്വേതാമേനോൻ ഉന്നയിച്ചിരുന്നു. ആ ആരോപണങ്ങൾക്ക് മറുപടിയായിട്ടാണോ ബാബുരാജ് ഇങ്ങനെ അഥവാ ഒരു പ്രത്യാക്രമണം എന്ന രീതിയിലാണോ ബാബുരാജ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നറിയില്ല. പക്ഷേ ബാബുരാജിൻ്റെ ആരോപണം അത് കൃത്യമാണെങ്കിൽ സാംസ്കാരിക സിനിമാ സംഘടനയെ ലക്ഷ്യമിട്ട് BJP നീങ്ങുന്നു എന്ന് വ്യക്തമാണ്. നേരത്തെ CPMൻ്റെ കയ്യിലായിരുന്നു ഇത്തരം സംഘടനകളൊക്കെ. നമുക്കറിയാം, CPM പക്ഷപാതമുള്ള ആളുകളായിരുന്നു സിനിമാക്കാരിലും സംവിധായകരിലും നിർമ്മാതാക്കളിലും ഒക്കെ അധികം. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കോൺഗ്രസ് വളരെ വ്യക്തമായി തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു കയറുന്നുണ്ട്. ഇപ്പോൾ പുതിയ ബഡ്ജറ്റ് സിനിമയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നതാണ്. സിനിമാ പ്രവർത്തകർ, പ്രത്യേകിച്ച് മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളൊക്കെ അതിനെ അനുകൂലിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സംഘപരിവാരം അത്തരം കാര്യങ്ങൾ ലക്ഷ്യമാക്കി പോകുന്നു എന്ന ഒരു സംശയമുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അമ്മയ്ക്കുള്ളിലെ അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണം അമ്മയുടെ ഒരു പ്രോഗ്രാം ഒരു ക്ഷേത്രം സ്പോൺസർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ അൻസിബ എന്ന് പറയുന്ന നടി പറഞ്ഞത് തീർത്തും മതേതരത്വ സ്വഭാവമുള്ള ആ സംഘടനയുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഏതെങ്കിലും പള്ളിയോ അമ്പലമോ ഒന്നും സ്പോൺസർ ചെയ്യുന്നത് ഉചിതമല്ലെന്നാണ്. അത് അൻസിബ എന്ന നടി അവർ അമ്മയിലെ ഒരു അംഗം എന്ന രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ അത് അവരുടെ മതം കൂടി ചേർത്ത് ചർച്ച ചെയ്യപ്പെട്ടു എന്നതാണ്. പ്രത്യേകിച്ചും ആരോപണങ്ങൾ നീങ്ങുന്നത് അത് ടിനി ടോമിന് നേരെയാണ്. അയാൾ പറഞ്ഞത് ജിഹാദിയായ, കാരണം അൻസിബ ഒരു മുസ്ലിം എന്നതിൻ്റെ പേരിൽ ജിഹാദിയായ അൻസിബയ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രത്യേക ഒരു ലക്ഷ്യം വെച്ചാണ് എന്ന ഒരു ആരോപണം ടിനി ടോമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ജിഹാദി പരാമർശം എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പറയുന്നത്. ജിഹാദിയാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വായ്പോയ കോടാലിയാണ് ടിനി ടോം. കാരണം എവിടെ എന്തു പറയണം എന്നറിയില്ല എന്നാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ അയാൾ പ്രേം നസീറിനെയും അടൂർ ഭാസിയെയും പറ്റി പറഞ്ഞിരുന്നു. പ്രേം നസീർ അവസാന കാലത്ത് സിനിമയിൽ ചാൻസ് ഒന്നും കിട്ടാതെ അടൂർ ഭാസിയുടെ വീട്ടിൽ രാവിലെ വണ്ടി എടുത്തു പോയി അവിടെ പോയിരുന്ന് സിനിമയിൽ ചാൻസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയുമായിരുന്നു എന്നാണ് ടിനി ടോം പറഞ്ഞത്. പ്രേം നസീറിൻ്റെ വീട് ചിറയൻകീഴിലാണെങ്കിൽ അടൂർ ഭാസിയുടെ വീട് അടൂരിലാണ്. ഇത്രയും ദൂരം ഒരു ദിവസം വണ്ടിയെടുത്ത് പോയി അവിടെ പോയി സിനിമയ്ക്ക് ചാൻസ് ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് തിരികെ വരുന്നൊരു പ്രേം നസീർ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നറിയില്ല. എന്തായാലും അത് യാഥാർത്ഥ്യമുള്ളൊരു കാര്യമല്ല, ടിനി ടോമിൻ്റെ സങ്കല്പത്തിൽ നിന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ടിനി ടോമിന് ഒരുപാട് തെറിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് കേട്ടു. പിന്നെയും ഒരുപാട് അത്തരം മണ്ടത്തരങ്ങൾ പറയുന്ന ഒരു സമീപനം അയാളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും പിന്നീട് ഈ വാർഷിക കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കാത്തതിനെ ചൊല്ലി
അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയുന്നു. മിക്കപ്പോഴും ശ്വേതാമേനോനെ പോലെയുള്ള ആളുകൾ അവരെന്തു പറയുന്നു എന്ന് ഈ കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമാകുന്നില്ല. ഇംഗ്ലീഷാണോ മലയാളമാണോ അവർ പറയുന്നത് എന്ന് വ്യക്തമാകുന്നില്ല. ഈ വാർഷിക കണക്കിൽ കൃത്യമായി അവതരിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, അമ്മയുടെ ട്രഷറർ സ്ഥാനത്തിരുന്ന ഉണ്ണി ശിവപാൽ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടായി. ലേബറിൽ ഒരു കേസ് ഫയൽ ചെയ്തു. അത് അമ്മയുടെ ഓഫീസിൽ ഈ കണക്കുകളൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ആളുകൾ ഉണ്ണി ശിവപാൽ ഓവറായിട്ട് തങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്ന പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ണി ശിവപാലുമായിട്ട് രമ്യതയിലല്ലായിരുന്ന ശ്വേതാമേനോൻ ഉണ്ണി ശിവപാലിനെ ട്രഷറർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ട് വളരെ കൃത്യമായി കണക്കുകൾ ക്രോഡീകരിക്കാനോ അവതരിപ്പിക്കുവാനോ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരാളെ ട്രഷറർ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ, അവധിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ മറ്റൊരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരണം എന്നൊരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ബോധം പോലും ഇല്ലാത്ത ഒരാളായിരുന്നു ശ്വേതാമേനോൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു സംഘടനയുടെ നടത്തിപ്പോ അതിൻ്റെ എങ്ങനെ കൊണ്ടുപോകണമോ എന്നതിനെ പറ്റിയൊന്നും യാതൊരു വിവരവുമില്ലാത്ത ചില ആളുകളായിരുന്നു അമ്മയുടെ ജനറൽ ബോഡിയിൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ ശ്വേതാമേനോന് ഈ അംഗങ്ങൾ ഈ കണക്ക് കാണിക്കാൻ പറയുമ്പോൾ എനിക്കൊരു 35 ദിവസം കൂടി തരുമോ, 10 ദിവസം കൂടി തരുമോ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചേണ്ടി വന്നത്. കാരണം കൃത്യമായിട്ട് ഒരു സംഘടനയുടെ ബൈലോ എങ്ങനെ പോകണം, എങ്ങനെയാണ് മീറ്റിംഗ് കൂടണം എന്നതിനെ പറ്റിയൊന്നും യാതൊരു രീതിയിലുള്ള ഒരു അവലോകനവും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള അറിവും അവർക്കില്ലാതിരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഈ അൻസിബയുടെ മേലിൽ ലക്ഷ്മി പ്രിയ ഒരു പരാതി കൊടുത്തതായി പറയുന്നുണ്ട്. അതായത് പരാതിയുടെ അടിസ്ഥാനം അവർക്ക് അയച്ച എന്തോ മെസ്സേജാണ്. അതിൻ്റെ പേരിൽ അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ ഈ ലക്ഷ്മി പ്രിയയുടെ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥന്മാരാരോ അവരെ ടോർച്ചർ ചെയ്തു എന്നൊരു പരാതി അമ്മയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷേ അതിൽ നത്തിങ് ടു ഡു, അമ്മയ്ക്കൊന്നും ചെയ്യാനില്ല എന്ന ഒരു പ്രസ്താവനയാണ് അതുമായി ബന്ധപ്പെട്ട് അമ്മയുടെ നേതൃത്വത്തിലിരിക്കുന്ന ശ്വേതാമേനോൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് സംഘടനയ്ക്കുള്ളിലെ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പോലും അമ്മയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ അമ്മയുടെ നേതൃസ്ഥാനത്ത് ശ്വേതാമേനോൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ യാതൊരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അൻസിബയെ സംബന്ധിച്ച് അവർ വളരെ കൃത്യമായിട്ട് തന്നെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ തൻ്റെ നിലപാടുകൾ വിശദീകരിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ശ്വേതാമേനോനെയൊക്കെ രാജിവെക്കുന്ന ഒരു നടപടിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതെന്ന് പറയുന്നു. അൻസിബയെ സംബന്ധിച്ച് അവർ അല്പം വിവരമുള്ള ഒരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. പാർവതി തിരുവോത്ത്, രേവതി, മാലാപാർവതി തുടങ്ങിയ അല്പം വിവരവും വിവേകവുമുള്ള സിനിമാ നടിമാരുടെ ലിസ്റ്റിൽ കൂട്ടാവുന്ന ഒരാളാണ് അൻസിബ എന്നാണ് അവരുടെ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഗണേഷ് കുമാറാണ് അല്പം ഈ ജനറൽ ബോഡി യോഗത്തിൽ ശ്വേതാമേനോനെ പ്രതിരോധിച്ചു നിന്നത്. അതായത് ശ്വേതാമേനോന് അനുകൂലമായി സംസാരിച്ചതെന്ന വാർത്തകളും പുറത്തു വരികയാണ്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഇനി ആകെ ബാക്കിയുള്ളത് അമ്മയാണ്. കാരണം പത്തനാപുരത്ത് വലിയ പരാജയം ഏറ്റുവാങ്ങി NSSൻ്റെ ഡയറക്ടർ ബോർഡ് ഭാഗത്തിൽ നിന്ന് നീക്കി ഇനി അമ്മയിലാണ് അഭയമുള്ളത്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിന് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോ ഇടുവാങ്ങിയാണ്. മറ്റു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.